സ്നേഹമുണ്ടോ? ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ? ഓർമ്മിക്കുവാനുള്ള സ്നേഹമുണ്ടോ? ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ? ഓർമ്മതൻ തണലിൽ ചാരിക്കിടക്കുന്ന ബാല്യത്തിലേക്കൊരു നോട്ടമുണ്ടോ? പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ? പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ? ഓർമ്മിക്കുവാനൊരു സ്നേഹമുണ്ടോ? ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ? ഓർമ്മിക്കുവാനുള്ള സ്നേഹമുണ്ടോ? ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ? ഓർമ്മതൻ തണലിൽ ചാരിക്കിടക്കുന്ന ബാല്യത്തിലേക്കൊരു നോട്ടമുണ്ടോ? പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ? പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ? ജോർജ് ചാനലില് അതാ നല്ലത്. ഹലോ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, എൻ്റെ സഹപാഠികളെ, അവരുടെ കൂടെ വന്ന കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 22 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇതേ വിദ്യാലയത്തിൽ വരുമ്പോൾ നമ്മളിത് കുട്ടികളല്ല, ഉള്ളുകൊണ്ട് കുട്ടികളാണെങ്കിലും മുഖം കൊണ്ടും ശരീരം കൊണ്ടും നമ്മളാകെ മാറിപ്പോയി. പരസ്പരം അറിയാൻ നമുക്ക് ചിലരൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പലരെയും പറ്റുന്നില്ല. പണ്ടത്തെ പോലെ പേര് ചോദിച്ച് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണ പോലെയാണ് നമുക്കിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ ഇവിടെ നടന്നത്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ ഒരു കമൻറ്റ് ഉദ്ദേശിച്ചു. അപ്പോൾ
നമ്മുടെ എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം നന്നായി നടക്കാനായിട്ട് എല്ലാ നല്ല രീതിയിൽ വരുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളത് ഒരു ആശംസയോട് കൂടിയിട്ടാണ് എല്ലാവരോടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സ്വാഗതം അറിയിക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ എടുത്തെടുത്ത് തന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓരോ ടീച്ചേഴ്സിനെയും പറയുന്നത് ഇതേ ഉള്ളത്. അതിൽ ആദ്യം ഞാൻ കുമാരി ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റേജാണത്. കാരണം ഒരു കുട്ടിക്കും ചിലപ്പോൾ ലൈഫ് ലോങ്ങിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല ഒരു അവസരം. എൻ്റെ അമ്മയും കൂടിയായ നമ്മുടെ കെമിസ്ട്രി ടീച്ചറെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് നല്ലൊരു അഭിമാനമുണ്ട്. മലയാളം പഠിപ്പിക്കലെ ചില്ലറ പണിയല്ല. എന്ന് എഴുതേണ്ടടുത്ത് എഴുതുന്ന കുട്ടികളായിരുന്നു നമ്മൾ. അങ്ങനെയുള്ള നമ്മളെ നന്നാക്കി കൊണ്ടുവന്ന മലയാളം അധ്യാപികയായ ലീല ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തലവര നന്നാവുന്ന പോലെ നമ്മൾ വരയ്ക്കുന്നതും കുറച്ചൊക്കെ നന്നാവണമല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സുധീർ മാഷ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം മാഷ് ബോർഡിൽ അളന്ന് കുറിച്ച് വരയ്ക്കുമ്പോൾ, ചക്ക വരയ്ക്കുമ്പോൾ നമ്മൾ മാങ്ങ വരയ്ക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളോട് ക്ഷമിച്ച് അതിൻ്റെതായ രീതിയിൽ ഭംഗിയായിട്ട് നമ്മളെ വരയ്ക്കാൻ പഠിപ്പിച്ച് ഇന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലേക്ക് സുധീർ മാഷിനെ സ്വാഗതം ചെയ്യും. ഇനി ഒരു നിമിഷം ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ കടമെടുക്കുകയാണ്. കാരണം ഇതേ വേദി പങ്കിടാൻ നമ്മളിൽ കുറച്ച് പേര് ഇപ്പം നമ്മളോട് കൂടെ ഇല്ല. പേരെടുത്ത് പറഞ്ഞ് ഞാൻ ആ ഒരു ഇത് ആലോചനപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മൾ അവരെ ഓർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും ഒരു സെക്കൻഡ് എഴുന്നേറ്റ് അവർക്ക് വേണ്ടി, നമ്മളെ വിട്ടുപോയ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾക്കൊരു സെക്കൻഡ് മൗനം ആചരിക്കുകയാണ്. ഞാൻ ഈ മൈക്ക് കൈമാറുന്നത് ഓരോ ടീച്ചേഴ്സിനാണ്. ഇതേ സ്വാഗതം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ മൈക്കുകൾ ഓരോ ടീച്ചേഴ്സിന് കൈമാറുന്നു. എഗെയിൻ അവർ നമ്മളോട് സംസാരിക്കുന്നു. അവരെ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഓരോ പോയിന്റ് പോലെ ഇതിന് ശേഷം ഈ മൈക്ക് നിങ്ങളുടെ കൈകളിലും എത്തും. നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ എനർജറ്റിക് ആയിട്ട് നമുക്കതിൽ പങ്കെടുക്കണം. നിങ്ങൾ ഓരോരുത്തരും മാറി ഇത്രയും കാലത്തിന് ശേഷം എന്തായി എന്നുള്ളത് അറിയാനായിട്ടുള്ള, എല്ലാവരും നല്ലതാവണം, നല്ല രീതിയിൽ എത്തണം എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പലരും ലൈഫിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നിങ്ങളുടേതായ ഒരു ഓപ്പണപ്പായ ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ഓപ്പണപ്പായ ഒരു ഫീഡ്ബാക്സ് ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഈ മൈക്ക് ടീച്ചർക്ക് കൊടുക്കുക. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ക്ഷണിച്ചത് ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ നന്ദി പറയുകയാണ്. നിങ്ങളെ പലരുടെയും മുഖങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലും പേരൊക്കെ മറന്നുപോയി. എങ്കിലും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നല്ല ജീവിതമാണ് നയിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ചുറ്റുപാടും നിറയെ ലഹരി വസ്തുക്കളും ചെറിയ കുട്ടികൾ വരെ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ലഹരിക്ക് അടിമപ്പെട്ടും അതുപോലെ വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാതെ മക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് എപ്പോഴും നിങ്ങളുടെ സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ ചീത്തയായി പോകുന്നതിൽ നിന്നും എപ്പോഴും പിന്മാറും. അപ്പം മക്കൾക്ക് സ്നേഹം ശരിക്കും കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് അവരുടെ ജീവിതം മോശമായി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എപ്പോഴും മക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടിയിട്ട് കുറേ സമയം നിങ്ങൾ ചെലവഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു നഷ്ടമല്ല, അത് ലാഭമായിരിക്കും. മക്കളെ കരുതി ജീവിക്കുന്ന മാതാപിതാക്കളായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നു. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും, പിന്നെ പലരും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി, അവരെയും ഒക്കെ ഓർത്തുകൊണ്ട് ഞാൻ ഏതാനും വാക്കുകൾ പറയാം. ഇപ്പൊ നമ്മളൊക്കെ ഒരേ സ്റ്റേജിലായി, മുത്തശ്ശിയായവരുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാനും ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണതൊക്കെയാണ്, അച്ഛനമ്മമാരെന്താ ചെയ്യണേ അത് നോക്കിയിട്ടാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുക. എല്ലാ കാര്യവും പറച്ചിലുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളെ അനുകരിക്കുക. അവര് നമ്മൾ കഠിനമായി അധ്വാനിച്ച് നന്നായി ജീവിച്ച് മാതൃകയാക്കി അവർക്ക് കൊടുക്കണം. നല്ലൊരു സമൂഹം, നമ്മുടെ സ്വത്ത് ധനം നമ്മുടെ മക്കളാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ ശരിക്കും കാണാനും നിങ്ങളുടെ ചരിത്രം അറിയാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം മലയാളത്തിൻ്റെ സിലബസ് അങ്ങനെയാണ്.
എത്ര പഠിച്ചു കൂട്ടാനുള്ള പാഠങ്ങൾ കാണാതെ പഠിക്കാനും സന്ധി സമാസം വ്യാകരണം വൃത്ത അലങ്കാരം അങ്ങനെ ഒരു 3 കൂട്ട ഇടപാടുകളാണ്. അപ്പോൾ ഇതെല്ലാം ഈ പരീക്ഷയ്ക്ക് മുമ്പ് തീർത്തു തരണം. തന്നില്ലെങ്കിൽ അതിൽ നിന്നെങ്ങാനും 1/2 മാർക്ക് 1 മാർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് പോയില്ലേ. ആ ഒരു പ്രയാസം കൊണ്ട് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പേരാരുടെ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഈ സ്നേഹത്തോടു കൂടിയ പെരുമാറ്റവും സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനും അതുപോലെ നന്നായി അധ്വാനിക്കാനും പണം പലതരത്തിൽ സമ്പാദിക്കാൻ നമുക്ക് ഇല്ലേ. അപ്പോൾ ആ പലതരത്തിൽ സമ്പാദിക്കുന്നതിലും സത്യവഴിക്കും ധർമ്മ വഴിക്കും നമ്മൾ സമ്പാദിച്ച് എന്നാലേ അത് നിലനിൽക്കുള്ളൂ, നമ്മുടെ മക്കൾക്കും അനുഭവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ വീട്ടിൽ വലിയ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും 9 സെക്കൻഡ് ബെല്ല് അടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ വരാൻ അങ്ങേറ്റം ശ്രമിച്ചിട്ടുണ്ട്. 2 കുട്ടികളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അതൊക്കെ നോക്കി എൻ്റെ കഴിവല്ല, ദൈവം എന്നെ അതിനനുവദിച്ചു. ഞാൻ അന്നും ഇന്നും ദൈവത്തെ നന്നായി വിളിക്കും. ഏത് കഷ്ടപ്പാടിലും നന്നായി വിളിച്ച് ആ കഷ്ടപ്പാടിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ ഒന്നും ഇല്ലാണ്ട് ജീവിക്കുക. ആ ഒരു നിലയിലേക്ക് നിങ്ങളും എത്തിച്ചേരാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പേരൊന്നും ഓർമ്മയില്ലെങ്കിലും എൻ്റെ കുട്ടികളുടെ മുഖമൊക്കെ എൻ്റെ മനസ്സിൽ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, സദസ്സിലുള്ള ഞങ്ങളുടെ കുട്ടികളെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒത്തുചേരുമ്പോൾ എന്തുമാത്രം സന്തോഷം തരുന്ന ഒരവസരമാണ്. സ്കൂൾ ജീവിതത്തിലെ കാലഘട്ടം പോലെ അല്ല ഇപ്പോൾ നിങ്ങളുടെ മക്കളുടെ സ്കൂൾ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് നിങ്ങൾക്ക് വിജ്ഞാനം വിനോദം ഒക്കെ കിട്ടാൻ കുറേ പാഠപുസ്തകങ്ങളും ചെറിയ ചെറിയ മാഗസീനുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, നിരവധി മീഡിയകളുണ്ട് ആ സന്തോഷവും വിജ്ഞാനമൊക്കെ തരാനായിട്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത തരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല ദുരന്തങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് നേരത്തെ കൂട്ടി കണ്ട് അവരെ ഉപദേശിച്ചും അവരെ സ്നേഹിച്ചും സമയാസമയങ്ങളിൽ തിരുത്തി മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ അത്യാവശ്യമാണ്. ഇനി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല അച്ഛനമ്മമാരായി, അല്ലെങ്കിൽ ആ പ്രവർത്തകരോടും കുട്ടികളോടും എല്ലാവരോടും ഞാൻ എൻ്റെ അംഗം കഴിഞ്ഞ സന്തോഷം രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ വേദി ഇത്രയും കൊഴിപ്പിച്ച് മോടിയാക്കി തീർക്കാൻ പ്രവർത്തിച്ച സംഘാടകരിൽ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ ഇനിയും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാനും ആരോഗ്യത്തോടുകൂടി അതിൽ സംബന്ധിക്കാനും സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി തൽക്കാലം നിർത്തട്ടെ. നന്ദി ഒരിക്കൽ കൂടി. സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയണം, ഒന്ന് സൈലന്റ് ആവണം, നമുക്ക് ഇവിടുന്ന് കേൾക്കണം എന്താ പറയണത്. ഞാൻ പണ്ട് ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, മറ്റുള്ള ടീച്ചർമാരും മാഷന്മാരൊക്കെ വരുമ്പോൾ ഒരു അനക്കില്ല. ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഇന്ന് പോയിട്ട് 2 കൊല്ലം ഉണ്ട് പെൻഷനാവാൻ. അപ്പൊ ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഞാൻ ചെല്ലുമ്പോൾ മാത്രം അത്ര നേരം അടങ്ങി ഒതുങ്ങിയിരുന്ന പിള്ളേരെ ഞാൻ ചെല്ലുമ്പോൾ ചെന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവിടെ മുഴുവൻ കണ്ടില്ല. അപ്പൊ എന്തൊക്കെയോ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരാനും കുറച്ച് പ്രയാസമാണ്. ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ മോള് തന്നെ അവൾ ചിരിക്കുകയും ചെയ്യും. നമ്മുടെ മണിമായത്തിലെ ഒരു ചങ്ങാതി ഒരു ആവശ്യമാണ് ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. മണിമായത്തിൽ ലോലിങ്ങനെ 5 പേരുണ്ടായിരുന്നു. അപ്പോ വേറെന്തൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ ഈ ചില മാവിൻ്റെ മുകളിലൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായ മാങ്ങ ഇങ്ങനെ നിൽക്കും. അത് എത്ര കാറ്റ് വീശിയാലും എന്തുണ്ടായാലും അത് വീഴില്ല. അതുപോലെയാണ് ഇപ്പം ഞാൻ ഏതാണ്ട് 2 വർഷം നിൽക്കുന്നത്. പെൻഷനായിട്ട് വരാൻ പറ്റുമോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ സന്തോഷം. എന്തായാലും എൻ്റെ കൂടി പരിഗണിച്ചതിനും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിനൊക്കെ സന്തോഷം അറിയിക്കുന്നു. വേറെ പ്രത്യേകിച്ച് പറയുന്നത് സന്തോഷം.
എല്ലാവർക്കും നമസ്കാരം. കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയാന്ന് അറിയില്ല. കാരണം ഞാൻ എന്നും പറയുന്ന പോലെ പെൺകുട്ടികൾ ആകെ ഒരു പ്രത്യേക ലെവലായിട്ട് ആളുകൾക്കൊന്നും ഒരു നോക്കില്ല. എല്ലാവരും കുറച്ച് താടി മീശൊക്കെ വന്നിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കാരണം കയറി വന്ന് ഞാൻ ഇരുന്ന ഉടനെ പെൺകുട്ടികളുടെ ഭാവമൊക്കെ മാറുന്നു ഞാൻ കണ്ടു. അടി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആൺകുട്ടികളൊക്കെ ഭയങ്കര രസമായിട്ട് തിരിച്ചപ്പോൾ തന്നെ ഇവനൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവനൊക്കെ കണ്ട് തിരിച്ചല്ലോ. അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഒരു മാറ്റം കാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ പഴയ പത്താസാരമാണ്. ആ നിഷ്കളങ്കമായ ചിരി, അടി കിട്ടുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മക്കളൊക്കെ ആയെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും അച്ഛനമ്മമാരെയൊക്കെ ടീച്ചർമാർ പറഞ്ഞു കേട്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ. എല്ലാവരും ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നവരാണല്ലോ. ജീവിത പ്രാരാബ്ദങ്ങൾ ഇങ്ങനെ കുഞ്ഞു കൂടുകയാണെന്ന് മനസ്സിലായി. എന്നിരുന്നാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പഠിച്ച വിദ്യാലയത്തിൽ ഒരിക്കൽ കൂടി ആ ബെഞ്ചിലേക്കൊക്കെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ടാവും. ഒരു കാര്യം ആദ്യം പറയണേ, പിള്ളേരോടൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഒരു ഹിന്ദി ടീച്ചറാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കരുത്. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് റോഡിലൂടെ പോകുന്നവരൊക്കെ പിള്ളേർ ഇപ്പോൾ കാണുന്നുണ്ടാകെ. അത് ഒരു കൊല്ലം കൂടി എനിക്കുണ്ട്. അടുത്ത കൊല്ലം ഞാനും ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ട ആളാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും കണ്ടത് നിറഞ്ഞ സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാ നിറഞ്ഞ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. സുധിയോട് വിളിക്കുമ്പോൾ പറഞ്ഞിട്ടായിരുന്നു ഒരു 11 ആയിട്ട് എന്നെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന്. പിന്നെ ഒരു ഇതും കൂടി ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുടെ കൂടി കല്യാണമാണ്, നിശ്ചയമാണ്. ഒരു 12 മണിക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞായറാഴ്ച നല്ല ടൈറ്റ് ഷെഡ്യൂളാണ് ഞങ്ങൾക്കൊക്കെ. അപ്പോൾ അതിന് കൂടെ അനുവാദം തരണമെന്ന് ചോദിച്ചിട്ട് നല്ല സന്തോഷമുണ്ട്. അതുപോലെ എന്നെ ഓർത്ത് വിളിച്ചതിലുള്ള നന്ദി അറിയിക്കുകയാണ്. ആശയത്തിനൊന്നും ഒരു വ്യത്യാസമില്ല, വ്യത്യാസങ്ങളില്ല. നടന്ന സദസ്സ് കാണുമ്പോൾ നല്ല സന്തോഷം. പിന്നെ പ്രാരാബ്ദങ്ങളൊക്കെ ഇരിക്കുന്ന ആൾക്കാരാവും. എന്നാലും നല്ല മുഖത്ത് എല്ലാവരും നല്ല പുഞ്ചിരിയുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമാണെന്ന് വിചാരിക്കണം. നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഒന്നൊന്നായിട്ട് മുന്നിൽ വന്ന നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വളരെ അത്യാവശ്യമായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കാലങ്ങൾക്ക് ശേഷം ഇപ്പം എത്തുമ്പോൾ നമ്മൾ പലരെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമെന്നൊക്കെ വലിയ കാര്യത്തിൽ പറയും. പക്ഷെ നമുക്ക് പരസ്പരം അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. 1-2 പേരോട് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ നുണ പറയുന്നില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് തന്നെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് വേണ്ടത്. നമുക്ക് കണ്ടെത്താൻ പോവാണ്. ആ മുഖം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ ഈ പരിപാടി കണ്ടക്ട് ചെയ്ത് തന്നെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഏകദേശം 22 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കൂട്ടുകാരെ അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാരെയൊക്കെ കാണുക എന്ന് പറയുന്നത് ഇതിൽ പരം സന്തോഷം നമുക്കൊന്നുമില്ല. കാരണം അവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. അവർ പകർന്നു തന്ന വിദ്യ നമ്മൾ പഠിച്ചത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിയത്. അപ്പോൾ ആ പ്രോഗ്രാം നടത്തുക, അതിന് ചുക്കാൻ പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊന്നും പേരെടുത്ത് പറയുന്നില്ല. നല്ലൊരു പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു വിജയമാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ കാണാൻ കഴിയുന്നത്. അതെല്ലാവർക്കും എല്ലാവിധ ആശംസകൾ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. പിന്നെ 2 വാക്ക് സംസാരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ഞാമുക്ക് സ്കൂൾ തന്നെയാണ്. പഞ്ഞാമുക്ക് സ്കൂളിലെ 10ാം ക്ലാസ്സിൽ അതേപോലെ തന്നെ 10 വരെ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു സാധാരണ സ്കൂളാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ എന്തൊക്കെയോ ആകാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അന്ന് എന്നെ കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറാണ് കുമാരി ടീച്ചറും അതേപോലെ തന്നെ തങ്കമണി ടീച്ചറും. അപ്പോൾ അന്ന് കെമിസ്ട്രി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരുന്നു. അപ്പോൾ അന്ന് ടീച്ചർ പറഞ്ഞ കുറേ പ്രിൻസിപ്പിളൊക്കെ ഉണ്ടല്ലേ, ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ,
തങ്കമണി ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതായത് സന്തുലനാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യൂഹത്തിൽ ഗാഠത, ഊഷ്മാവ്, മർദ്ദം എന്തെങ്കിലും ഒന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൊക്കോളും എന്നുള്ളത്. അത് നമ്മുടെ ജീവിതമാണ്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു സ്റ്റേജിലൂടെ പോവുകയാണ്, അതിൻ്റെ ഇടയിൽ വല്ല ഊഷ്മാവോ മർദ്ദമോ പ്രഷർ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് അനുബന്ധിച്ചിട്ട് പോകുന്നു. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതേപോലെ കുമാരി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റേ ബോയിൽസിലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളം ടീച്ചറെ, നമ്മുടെ ലീല ടീച്ചർ, ഉപമ, ഉൽപ്രേക്ഷ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ് ടീച്ചർ എനിക്ക് വലിയ ഓർമ്മയില്ല. അതായത് ഒന്നിനൊന്നോട് സാദൃശ്യം തോന്നിയാൽ അത് ഉപമ അല്ലേ. അതേപോലെ ഉൽപ്രേക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിളുകളാണ്. അതേപോലെ ഡ്രോയിങ് മാഷ്, നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു ക്വാളിറ്റി, മാഷ് വന്നതിന് ഒരു തത്തേനെ വരയ്ക്കും. അങ്ങനെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടാവാം ഇപ്പോഴും ചിത്രം വരയ്ക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഈ ഒരു വേദിയിലുണ്ട്. അതുപോലെ തന്നെ നീതി ടീച്ചറുണ്ട്, നമുക്ക് മാത്സും അതേപോലെ തന്നെ ഫിസിക്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ, ഫിസിക്സ് എനിക്ക് തോന്നുന്നു ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഷനോജ് മാഷ് വരുന്നുണ്ട്. ഷനോജ് മാഷിന് എന്തായാലും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നു. ശ്രുതിയുടെ ഒരു ഇതായിരുന്നു, എന്നാലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറുണ്ട്, ബീജ ടീച്ചറുണ്ട്. ടീച്ചറൊക്കെ നന്നായിട്ട് ചീത്ത പറഞ്ഞിരുന്നു കേട്ടോ, എനിക്കൊക്കെ അടി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഹിന്ദിയിലെ കുറച്ചെങ്കിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ടീച്ചറുടെ ഒരു സഹായം കൊണ്ട് തന്നെയാണ്. പിന്നെ ഷനോജ് മാഷ് നമ്മളെ കണക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷ് പഠിപ്പിച്ചത് ഗണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് മാഷ് വന്നുടനെ ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ അതിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാ ടീച്ചർമാരെയും കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയാനായിട്ട് പറ്റി. ഇനി എന്നെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അധികം പറഞ്ഞ് കുളമാക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിസ്ട്രി എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അതേപോലെ +2, അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് വീണ്ടും ഒരു നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു മേഖലയാണ് +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മെഡിക്കൽ എൻട്രൻസിന് പോയി, PC തോമസിൻ്റെ അവിടെ പോയി, അവിടെ കുറച്ച് പൈസ ഒക്കെ കൊടുത്തു. ഡോക്ടർ ആവാനായിട്ട് ഭയങ്കര ആഗ്രഹം മൂത്തിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അന്ന് അച്ഛൻ ഇതുപോലെ കൂലിപ്പണിക്ക് ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് അന്ന് കോച്ചിങ്ങിന് പൈസ കൊണ്ടുപോകുന്നത്. പക്ഷേ അത് ഫെയിലായി. മീൻസ് എൻജിനീയറിങ്ങിന് എനിക്ക് കിട്ടി, പക്ഷെ ഞാൻ എൻജിനീയറിംഗ് കിട്ടിയിട്ടും ഞാൻ പോയില്ല, കാരണം എനിക്ക് ഡോക്ടറാവണം. അപ്പോൾ അത് ആ മനസ്സിലെ ഒരു ഫയർ ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറാവണം. പക്ഷേ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഇതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുസാറ്റിൽ എൻട്രൻസ് എഴുതി. അപ്പോൾ കുസാറ്റിൽ അവിടെ PG ചെയ്തു. PG ചെയ്തതിന് ശേഷം പിന്നെ M.Tech ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെലോഷിപ്പ് ഉണ്ട്, CSIR എന്ന് പറയുന്നത്. അപ്പോൾ CSIR UGC നെറ്റ് 94ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി. കാരണം ഞാൻ M.Techൻ്റെ ഇടയിലാണ് ഈ നെറ്റിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ചിരുന്നത്. M.Techൻ്റെ ക്ലാസ്സിൽ കയറാറില്ല, ലൈബ്രറിയിൽ പോയിട്ട് ഇതിന് വേണ്ടി പഠിക്കും, അതേപോലെ രാത്രി ഇരുന്ന് പഠിക്കും. അപ്പോൾ ആ കോച്ചിങ് സെൻ്ററിലത്തെ ആൾക്കാർക്ക് പോലും അറിയില്ല എനിക്ക് ഇത്ര റാങ്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അവർ എൻ്റെ റാങ്കൊക്കെ നോക്കുകയാണ്, അവർ 100ന് ശേഷമാണ് നോക്കുന്നത്. അപ്പോൾ 100ൻ്റെ ഉള്ളിലാണെന്നുള്ളത് ആ ടീച്ചർമാർ പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് 30,000 രൂപ നമുക്ക് ഫെലോഷിപ്പായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള വിദ്യാഭ്യാസത്തിൽ വീട്ടിൽ നിന്ന് 5 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. SC/ST ആയ കാരണം തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന സ്കോളർഷിപ്പ് ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 വർഷം ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഒരു 30,000 രൂപ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗവേഷണത്തിൻ്റെ ഒരു പാതയിൽ 5 വർഷത്തിൻ്റെ പൈസ മാക്സിമം പൊട്ടടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കല്യാണം കഴിച്ചു. അപ്പോൾ ആളും അവിടെ തന്നെ റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അവിടുന്ന് തന്നെ ആളെ സെലക്ട് ചെയ്തു, അങ്ങനെ കല്യാണം കഴിച്ചു. ആളും കെമിസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അണുകുടുംബമായി, കെമിസ്ട്രി ഫാമിലിയായി. അതിനുശേഷം 5 വർഷം പൈസ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് റിസർച്ച് എങ്ങനെയും അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ റിസർച്ചിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെ ട്യൂഷൻ എടുക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ഒരു സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് കിട്ടി. ആ ട്യൂഷനൊക്കെ എടുക്കുന്ന കാരണം +2 ട്യൂഷൻ എടുക്കുന്ന കാരണം നമുക്ക് എക്സാം പാസ്സായി മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേവിയിലേക്ക് ചേക്കേറി.
അപ്പോൾ നേവി ആന്ധ്രാപ്രദേശിലാണ്, വിശാഖപട്ടണത്തായിരുന്നു. അവിടെ സയൻറ്റിസ്റ്റായിട്ട് 2 വർഷം ജോലി ചെയ്തു. അപ്പോൾ ഫാമിലി നാട്ടിലും ഞാൻ അവിടെ പോയിട്ട് കുറേ തെലുങ്കൊക്കെ പഠിച്ചു. മേരു ബാവുണ്ണാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ തെലുങ്ക് ആദ്യം പഠിച്ചു. തെലുങ്ക് അത്യാവശ്യം ഇപ്പോഴും ഞാൻ സംസാരിക്കും. അവിടുത്തെ ആൾക്കാർ തെലുങ്കന്മാർ നമ്മളെ പോലെയുള്ള എവിടെ ചെന്നാലും മലയാളികൾക്ക് ശത്രു മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവരിപ്പോഴും വിളിക്കും, അവർ തെലുങ്കിൽ നമ്മളെ സംസാരിക്കും, ഞാനിപ്പോഴും സംസാരിക്കാറുണ്ട്. അവർ നമ്മളെ ഓർക്കും. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് ആയിട്ടുള്ള മലയാളികൾ ഇപ്പോഴും ശത്രുക്കളാണ്. അതാണ് മലയാളികളുടെ ഗുണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ പോയാലും മലയാളികളുണ്ടാവും. മലയാളികളുടെ ഏറ്റവും വലിയ ഭാരം മലയാളികൾ തന്നെയാണ്. അപ്പോൾ പിന്നെ ഫാമിലിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. ജോലി റിസൈൻ ചെയ്തതിന് ശേഷം അവിടെ മുടങ്ങി കിടക്കുന്ന PhD വീണ്ടും കുറച്ച് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ട് അവസാനം PhD കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനം ഞാൻ ഇങ്ങനെ കുറച്ച് മേഖലയിലൂടെ കറങ്ങി തിരിഞ്ഞ് വന്നാലും അവസാനം ഞാൻ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെ അവസാനം പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ ഭാഗ്യേഷ് എന്ന് വെക്കാനായിട്ട് പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നേട്ടം എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത് തന്നെയാണ് ഞാൻ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതായത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫയർ ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്കതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും എന്നുള്ളത് തീർച്ചയാണ്. അതായത് നമ്മുടെ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെയാണ് നമ്മളിങ്ങനെ വലുതാക്കി എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയിലൂടെ വരുന്നത്. പിന്നെ എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്താൾ 5ാം ക്ലാസ്സിലെ പെൺകുട്ടിയാണ്. പിന്നെ ഒരു മോൻ UKG. ഭാര്യ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കെമിസ്ട്രി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഭാഗ്യമായിട്ടാണ് തീർച്ചയായിട്ടും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അനദർ മൊമെന്റ്. ഇനി നമ്മുടെ സ്റ്റുഡൻസിലേക്ക് മൈക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് തീർച്ചയായിട്ടും സ്വാഗതം. വളരെയധികം സന്തോഷമുള്ള ഒരു ഗെറ്റ് ടുഗദറാണിത്. പ്രത്യേകിച്ചും ഞാൻ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ബാച്ച് 99 വന്നിട്ട് എൻ്റെ ആദ്യത്തെ ബാച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം കുട്ടികൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. ജീമോനുണ്ട്, ഭാഗ്യേഷുണ്ട്, പിൽജു ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബാച്ച്, അതായത് അധ്യാപക ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ ഭാഗ്യം വന്ന വിദ്യാർത്ഥികളാണ്. ഇതിൽ 8Fലെ കുട്ടികളൊന്നും കൈകൊണ്ടിരിക്കാൻ പറ്റും. 8Fൽ ആരെങ്കിലും വന്നിട്ടുണ്ട്? 8F ജീവോ വന്നിട്ടുണ്ട്. 8Fകാർ പിന്നെ 8F മോനെ പേര് പറഞ്ഞിട്ടുണ്ട്. ഷാനിപ്പിണ്ട്. 8F കൈകൊണ്ടിരിക്കുന്നത് കാണാനാവരും കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഗ്യേഷ് പറഞ്ഞു, ഡോക്ടർ ഭാഗ്യേഷ്. ഞാൻ ഇടയ്ക്ക് ഭാഗ്യേഷ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഭാഗ്യേഷ് ഒരു കാര്യം പറഞ്ഞില്ല, അത് അവൻ്റെ ഇളിമയായിരിക്കും. നമ്മുടെ കാട്ടകമ്പാൽ പഞ്ചായത്തിൽ തന്നെ നേവിയിൽ മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നത് വിരലിലെണ്ണാൻ പറ്റും. വിരലിലെണ്ണാൻ പറ്റുന്ന അതിലൊരാളാണ് നമ്മുടെ ഭാഗ്യേഷ്. ഇന്ത്യൻ നേവിയുടെ മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്താ പറയുക ഭാഗ്യേഷ് പറഞ്ഞിട്ടില്ല. ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഭാഗ്യേഷിനെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഭാഗ്യേഷിനോട് ഞാൻ പ്രത്യേകം പറയും, കാരണം നേവിയിൽ അതും കപ്പലുകളിൽ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും, പക്ഷെ മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്യാൻ പറ്റാതെ അധികം ആൾക്കാർക്ക് പറ്റില്ല. ഇപ്പം ഞാൻ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥി മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ക്രൈസ്റ്റിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പറയണില്ല, എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനാണ് താല്പര്യം. വന്നു ചേർന്നിട്ടുള്ള അധ്യാപകരുണ്ട്. നമ്മുടെ തങ്കമണി ടീച്ചറുണ്ട്, ലീല ടീച്ചറുണ്ട്, സുധീർ മാഷുണ്ട്, കുമാരി ടീച്ചറുണ്ട്, ഗീത ടീച്ചറുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് കുമാരി ടീച്ചർ, നീത ടീച്ചറുണ്ട്. കുമാരി ടീച്ചറും നീത ടീച്ചറുമാണ്. അവിടെ ഞാനുമാണ് ഞാൻ ക്ലാസ് ടീച്ചറാവും. കുമാരി ടീച്ചർ എനിക്ക് തോന്നുന്നത് 8Bയുടെ ക്ലാസ് ടീച്ചറാണ് കുമാരി ടീച്ചർ. 8Eയുടെ ക്ലാസ് ടീച്ചറാണ് നീത ടീച്ചർ. 8Fൻ്റെ ക്ലാസ് ടീച്ചറായിട്ടാണ് ഞാൻ. 8Dയുടെ ഷോപ്പ് ടീച്ചറാണ്. ഷോപ്പ് ടീച്ചർ വരുന്നത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. വരും, കുറേ പരിപാടികളുണ്ട്, എന്തായാലും നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടുള്ളിൽ എന്തായാലും ഷോപ്പ് ടീച്ചർ വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരെയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ആദരിക്കുന്ന ചടങ്ങ് എല്ലാവരും ഒന്ന്
കൈയടിച്ച് ഈ അവസരം മനോഹരം. ഞങ്ങളെ കൂടി അറിയിക്കല്ലേ അമ്മ. ഭാഗ്യേഷ് പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട്. 24 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. 24 വർഷങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് ആളുകൾ പല മേഖലയിലും സഞ്ചരിച്ച് പല രീതിയിലും പല കാര്യങ്ങളും പല ജോലികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് ആദ്യം ഞാൻ റെക്കോർഡ് ഇട്ടിട്ടാണ് പറയുന്നത്. രാഷ്ട്രീയ ജാവിൽ നിന്ന് റെക്കോർഡ് ഇടുമ്പോൾ ഞാൻ ഇവിടുന്ന് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. കെമിസ്ട്രിയിലാണ് ആ റെക്കോർഡ് ഞാൻ ഇട്ടത്. ഈ സ്കൂളിൽ 2002 പഠിച്ച് 10ാം ക്ലാസ്സിൽ ബിനോയ് മാഷാണ് 40% വിജയ ശതമാനം സ്കൂളിൽ വേണമെന്ന നിർബന്ധത്തോടു കൂടി ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്ത് വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ ക്ലാസ് വെച്ച്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കെമിസ്ട്രിയിൽ തോറ്റുപോയി. എനിക്ക് 209 മാർക്കാണ് കിട്ടിയത്. 1 മാർക്കിനാണ് ഞാൻ തോറ്റത്. പക്ഷെ എന്നാലും ഞാനത് ഗിവപ്പ് ചെയ്തില്ല. ഞാൻ കണ്ണനും കൂടി എഴുതി ഞങ്ങളത് വീണ്ടും അത് പാസ്സായി കിട്ടും. അവിടുന്ന് പിന്നെ +2, പിന്നെ കോളേജ് കാലഘട്ടം, പിന്നെ അവിടുന്ന് ദുബായിൽ MBA പഠനം, അത് കഴിഞ്ഞ് ഇപ്പോൾ ബിസിനസ്. ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2016 ഞങ്ങൾ ചെയ്തത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനുള്ളിൽ 200 ആൾക്കാർക്ക് കേരളത്തിൽ ജോലി കൊടുക്കുക എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിലാണ് സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 കൺട്രീസ് പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജനറേഷൻ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ്ലെസ് ആണ്. കാരണം നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പല കൺട്രിയിലും മലയാളീസ് ഉണ്ട്. ഇന്ന് അവരൊക്കെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. ഞാൻ പല സ്ഥലത്തും പോകുമ്പോഴും ഇത് കണ്ടിട്ടുള്ളതാണ്. പല ഡിസ്ക്രിമിനേഷൻസും ഇനി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം നമ്മുടെ ജനറേഷന് ഇവിടെ ജോലി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവുന്നതാണ്. കാരണം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും ഇവിടെ നിന്ന് നമ്മളെ പൈസ കൂട്ടി അവരുടെ രാജ്യത്ത് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ രാജ്യത്ത് പോയി ബിസിനസ് ചെയ്തിട്ട് നമ്മളെ പിള്ളേർക്ക് ജോലി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കേരള ഗവൺമെന്റ് മുഖേന നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി 2 വർഷത്തിനുള്ളിൽ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ദുബായിലാണ് സെറ്റിൽഡ്. 2 കുട്ടികളുണ്ട്.
ആൺകുട്ടി ഇപ്പോൾ 4 പഠിക്കുന്നു, പെൺകുട്ടി ആയിട്ടേ ഉള്ളൂ, 3 വയസ്സായിട്ടുള്ളൂ. അടുത്ത വർഷം മോളും സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. ബിനോയ് മാഷിനെ കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. ഗീത ടീച്ചർ, കുമാരി ടീച്ചർ, ഷനോജ് മാഷ് എല്ലാവരും കണ്ടതിലും ഗീത ടീച്ചർ എല്ലാം കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. താങ്ക് യു. മാഷ് ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ്സിലേക്കാണ് ഷനോജ് മാഷ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷനോജ് മാഷ് വരുമ്പോൾ ഹോംവർക്ക് ചെയ്ത പുസ്തകം മാഷ് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തുടക്കമായതുകൊണ്ട് മാഷ് കുറേ സമയം ക്ലാസ്സിലിരുന്ന് ഹോംവർക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ 2-3 പീരീഡ് അങ്ങനെ മാഷ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ 2 ഓർമ്മകളാണ് ഞാൻ സ്കൂളിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആശുപത്രിയിൽ നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്, ദുബായിലാണ്. ഞാനിപ്പോൾ ലീവിന് വേണ്ടി വന്നാൽ ഞാൻ തിരിച്ചു പോകും. ഇനിയും ഒരുപാട് ആളുകൾ നിങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർക്കും അതുപോലെ നമ്മുടെ സഹപാഠികൾക്ക് എല്ലാവർക്കും ആശംസകളും സ്വാഗതവും ഒക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരു 2020 വരെ ഈ മൈക്കാത്ത സാധനം കൈകൊണ്ട് തൊടാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോൾ ഇതില്ലാതെ ഒരു ദിവസം പോലും നീക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ എനിക്കിവിടെ സ്കൂൾ കാലഘട്ടം എന്ന് പറയാനുള്ളത്, വലിയ പഠിക്കുന്ന കുട്ടിയൊന്നല്ല, എന്നെ കൂടെ പഠിച്ച പിള്ളേർക്ക് അറിയാം ഞാൻ എത്രത്തോളം പഠിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ 10ാം ക്ലാസ്സിൽ 198 മാർക്കോടെ ഞാൻ 10ൽ ഫെയിലായി. അതിൽ കെമിസ്ട്രിയിലും ഇംഗ്ലീഷിലുമാണ് ഞാൻ മെയിനായിട്ട് തോറ്റുപോയത്. അത് ഒന്നുമല്ല, നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് എനിക്കൊരു വാശിയുണ്ടായിരുന്നു ട്യൂഷനൊന്നും പോവാണ്ട് 10ാം ക്ലാസ് ജയിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പഠിച്ചു. നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെയാണ് ജയിക്കുമെന്നുള്ള കുട്ടികളുടെ കരം തിരിച്ചിട്ടൊരു ക്ലാസ്സൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പെട്ടതായിരുന്നു ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ തോറ്റുപോയി. അപ്പോൾ 198 മാർക്കായിരുന്നു ഫസ്റ്റ് ചാൻസിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അധ്യാപകർ പഠിപ്പിച്ചു തന്നത് തോറ്റോത്തിൽ നിന്നാണ് ജയത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ റെസിഡൻഷ്യൽ കോളേജ് പഠിച്ചു. അവിടെ നിന്ന് ഞാൻ തേർഡ് ക്ലാസ്സിൽ നിന്നുള്ള തുടക്കം. ജസ്റ്റ് പാസ്, തേർഡ് പാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ കിട്ടും. അന്ന് എനിക്ക് തേർഡ് ക്ലാസ് ആണ് കിട്ടിയത് 10ൽ റെസിഡൻറ്റിൽ. പിന്നെ ഞാൻ +1 +2 പഠിച്ചു. അതിൽ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് പാസ്സായി. പിന്നെ ഡിഗ്രി. പിന്നെ അവിടെ നിന്ന് ഞാൻ തോറ്റിട്ടില്ല, ജയിച്ചുകൊണ്ടിരുന്നു. പിന്നെ 10ാം ക്ലാസ് എനിക്ക് നമ്മുടെ കണക്ക് എനിക്ക് തീരെ ഇഷ്ടമുണ്ടാകാത്ത ഒരു വിഷയമായിരുന്നു. തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ കണക്കാന്ന് പറയുന്നവർക്ക് കണക്ക് രസമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ ഷനോജ് മാഷാണ്. അതുപോലെ നമ്മുടെ ഗീത ടീച്ചറെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം നമുക്ക് ടീച്ചർ എപ്പോഴും പറയും, നമ്മൾ വലുതായാലും നമ്മുടെ അന്യ നാട്ടിലേക്ക് പോയാൽ ഹിന്ദിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട സബ്ജക്റ്റ് എന്ന്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഈ കൊറോണ പീരീഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദി പറയേണ്ടി വന്നിരുന്നത് നമ്മളാണ്. കാരണം ബംഗാളികൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ വാർഡിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ടീച്ചറെ ഓർത്തുകൊണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാലും അപ്പനാണ്, ഇതിന് വലിയ കംപ്ലീറ്റ് ഒന്നുമല്ല. എന്നാലും ടീച്ചറെ ടീച്ചർ പറഞ്ഞ പോലെ സ്മരിക്കുന്ന സമയത്തൊക്കെ നിന്നെ കുറിച്ച് പറയാം. എൻ്റെ പേര് റസീന. ഇപ്പോൾ റസീന ഉസ്മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഒരു വാർഡ് മെമ്പറാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ടാണ് കല്യാണം കഴിഞ്ഞത്. പക്ഷെ പിന്നീട് പഠിക്കാൻ പറ്റിയില്ല. വീടിൻ്റെ സാഹചര്യമാണ്. അതായത് ഏറ്റവും ഇളയ മോനാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടത്. പിന്നെ മുമ്പ് പ്രായമായിരുന്നു. എന്നാലും ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. എന്തിനും പോയിക്കൊണ്ടിരിക്കാൻ പറയും. പക്ഷെ നമ്മളതുകൊണ്ട് പിൻവലിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ഫീൽഡായിരുന്നു ആദ്യം. അത് കാരണം പിന്നെ വീട്ടിൽ ഒതുങ്ങി കൂടി. പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിൽ സെറ്റായി. ഇപ്പോൾ ഒരു കടയുണ്ട്, ഫാഷൻ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ എല്ലാതും. പിന്നെ നമ്മുടെ ഡ്രോയിങ് മാഷിൻ്റെ ഫീൽഡാണ്. ആളൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 3 മക്കളും നല്ല വരയ്ക്കും. അപ്പോൾ എപ്പോഴും ഞാൻ ഡ്രോയിങ് മാഷിനെ ഞാൻ ഓർക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ മാഷ് ബോർഡുമ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ വ്യത്യസ്തമാവുകയും ചെയ്യാം. പക്ഷെ എൻ്റെ മക്കള് കറക്റ്റായിട്ട് വരയ്ക്കും. അപ്പം ഞാൻ അപ്പോൾ ഡ്രോയിങ് മാഷിൻ്റെ ഇവർക്കിപ്പോൾ സ്കൂളിൽ ഡ്രോയിങ് ഒന്നുമില്ല. അവരെ ഒരു കഴിവുകൊണ്ട് വരയ്ക്കുന്നത്. നമുക്കതൊക്കെ ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തിയില്ല.
ചിലരൊക്കെ ഉപയോഗപ്പെടുത്തി അവരൊക്കെ ആർട്ടിസ്റ്റായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ അധ്യാപകർ പഠിപ്പിച്ചത് നമ്മുടെ ഭാഗ്യേഷ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതമായിട്ടും പൊരുത്തപ്പെട്ട് പോകേണ്ട സബ്ജക്റ്റുകൾ ഏതെന്ന് നമുക്ക് ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ അറിയുന്നത്. കെമിസ്ട്രി ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു രസതന്ത്രമാണ്. ആ രസത്തിൽ കൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരും അതുപോലെ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും നല്ലത് മാത്രം. നമ്മളെ 22 വർഷം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ വിടുക, വീട്ടിൽ പോവുക, ഭക്ഷണം കഴിക്കുക, കളിക്കുക, അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ എല്ലാം തരണം ചെയ്ത് പോവുക. കാരണം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ തളരരുത്. അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാനൊരു മെമ്പറായപ്പോൾ എന്നെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. കാരണം നമ്മളൊരു വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്ന ഒരു വ്യക്തിയായ ഞാൻ ഇപ്പോൾ ഒരു 450 വീട്ടിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് എനിക്കറിയാം. അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലതായിട്ട് എന്ന് ആശംസിക്കുന്നു. ഞാൻ സ്കൂളിൽ ഇവിടെ പഠിക്കാൻ തുടങ്ങുന്നത് 8ാം ക്ലാസ് മുതലാണ്. പക്ഷേ അതും വളരെ വളരെ മുമ്പ് എനിക്ക് പരിചിതമായ സ്കൂളാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഓടിക്കളിച്ച് അമ്മയുടെ പാലിൻ്റെ തുമ്പിൽ പോയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സും എനിക്ക് വളരെ വളരെ പരിചിതമാണ്. പക്ഷേ ടീച്ചേഴ്സ് ആയതിനു ശേഷമാണ് അവരോടുള്ളൊരു പേടി വരാൻ തുടങ്ങിയത്. പക്ഷേ കുഴപ്പമില്ലാതെ അധ്യയന വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി. 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ കഴിഞ്ഞു. അത് നല്ലൊരു അച്ചീവ്മെൻറ്റ് നേടാൻ കഴിഞ്ഞു എനിക്ക്. അതിലൊക്കെ നന്ദിയുണ്ട് ഇപ്പോഴും. കാരണം ആ ബാലപാഠങ്ങളാണല്ലോ നമുക്ക് ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അതേപോലെ തന്നെ ഇവിടെ സ്കൂൾ ലീഡറായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിട്ട് ആ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എനിക്ക് പറയാം. തുടർന്ന് അങ്ങോട്ട് എല്ലാവരും പറയുന്ന പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ ചില തീരുമാനങ്ങളിൽ എനിക്ക് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ വിട്ടില്ല. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അപ്പോഴും ആദ്യം തുടങ്ങിക്കൊണ്ടിരുന്നു. ഭാഗ്യേഷ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമുക്ക് എത്തിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്നെ തന്നെ ചോദിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഞാൻ ശരി എനിക്ക് ഇനിയും സ്റ്റെപ്പുകൾ കൈയടക്കാനുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. എല്ലാവരും കാശ് കൊടുത്ത് ചിലർ മെറിറ്റിൽ അങ്ങനെ പല രീതിയിൽ എഞ്ചിനീയറിങ്ങിന് പോയപ്പോൾ ഞാൻ അതേ സമയം BSc ഫിസിക്സ് എടുത്തു ശ്രീകൃഷ്ണ കോളേജിൽ. ചില സുഹൃത്തുക്കൾ അതേ കോളേജിൽ അവിടെ ഉണ്ട്, പഠിച്ചവരുണ്ട്. അതേ ശ്രീകൃഷ്ണ കോളേജിലെ ഓഫ് ക്യാമ്പസ് പരീക്ഷ എഴുതിയിട്ട് ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്തു. അമ്മ റിട്ടയർ ആകുന്ന അതേ കൊല്ലം ഒരു ഉദ്യോഗസ്ഥയാവാൻ കഴിഞ്ഞു എനിക്ക്. അപ്പോൾ ഒരാൾ ജോലിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഒരാൾ ജോലിയിലേക്ക് കയറുക, അതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ അന്നത്തെ ഒരു അവസ്ഥ. സന്തോഷത്തോടു കൂടി ഞാൻ ആ സ്റ്റെപ്പ് എടുത്തു വെച്ചു. വിപ്രോയിൽ നിന്ന് ഞാൻ ബിറ്റ്സ് പിലാനി, ഇന്ത്യയിലെ വളരെ റയറസ്റ്റ് ചാൻസാണ് കുട്ടികൾക്ക് അതിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുക എന്നുള്ളത്. 98.5 പോലും കിട്ടിയിട്ട് കുട്ടികൾക്ക് അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഭാഗ്യവശാൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാരണന്മാർ തന്നൊരു അതിൻ്റെ ഒരു ഗുരുത്വം ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ എനിക്കതിൽ ഒരു കോഴ്സ് ചെയ്യാൻ കഴിഞ്ഞു. 4 വർഷത്തെ MS കോഴ്സ് ചെയ്ത് ഇപ്പം ഞാനൊരു PG ഹോൾഡറായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വിപ്രോയിൽ 12 കൊല്ലം കഴിഞ്ഞു ജോലി ചെയ്തു. അവിടെ നിന്ന് ഒരു ചെറിയ ചേഞ്ച് പിന്നെയും ഞാൻ എടുത്തു. നമ്മൾ പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളായ ചെന്നൈ, ബാംഗ്ലൂർ ഇവിടേക്ക് കറങ്ങിയതിന് ശേഷം ഞാൻ കൊച്ചിയിലേക്ക് മാറി. കൊച്ചിയിൽ നിന്ന് NST എന്ന് പറഞ്ഞൊരു US ബേസ്ഡ് കമ്പനിയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ് എ സീനിയർ മാനേജർ. ഇപ്പോൾ ഒരു എന്താ പറയുക മൾട്ടി സോണൽ ഡിസ്കഷൻസിലൊക്കെയാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിനെ ആസ് എ സ്കൂൾ ലീഡർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പല മീറ്റിങ്ങുകളിലും പോകുമ്പോൾ, പല ടീമിൻ്റെ ലീഡറായിട്ട് പോകുമ്പോൾ ഐ ഫീൽ ദ സെയിം. ഞാൻ അന്ന് ഉണ്ടായിരുന്നത് എന്താണോ അതാണ് എന്നെ ഇന്നത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ട് സ്റ്റിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന വൺ ഓഫ് ദി മെമ്മറബിൾ മൊമെന്റ് എന്ന് തന്നെ പറയാം സ്കൂൾ ലീഡർഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ പലരെയും നമ്മൾ അറിയാതെ പോകുന്നു. ഇവിടെ ഇങ്ങനെയുള്ള സ്പീച്ചിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഭാഗ്യേഷ് പറഞ്ഞത് ഒന്നത്തെ എക്സാമ്പിൾ ഞാൻ ഭാഗ്യേഷിൻ്റെ കേസ് എടുക്കുകയാണ്. അറിഞ്ഞില്ല നിങ്ങളാരും തന്നിൽ ഇത്ര കഴിവുണ്ടെന്ന്. അതുപോലെ എല്ലാവരും ഉയർന്നു വരണം. എൻ്റെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി. പക്ഷെ എല്ലാവർക്കും കൊടുക്കുന്ന ഞാൻ ഒരേ ഒരു ഇതേ ഉള്ളൂ. ഡൗൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കരയും, നമ്മൾ വിഷമിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളെയൊക്കെ ഉയരും. പക്ഷേ നമ്മൾ ഡൗൺ ആവുന്ന ഒരു നിമിഷം കാണുന്ന ഒരു പവർ ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഒരു പവർ ഉണ്ട്. ആ പവർ നിങ്ങളെ പിടിച്ചു ഉയർത്തും, നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. ആ വഴിയിലൂടെ നിങ്ങൾ നീങ്ങണം.
നിങ്ങളെ നീക്കാൻ ആരും വരില്ല. പക്ഷെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് അവിടെ നിന്ന് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും വിജയങ്ങൾ വരും. ഞാൻ എൻ്റെ മോളോട് പറയാനുള്ളത്, നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് എവിടെയും നിർത്തില്ല, സ്വയം എഴുതിയിട്ട് അതിലേക്ക് വരണം. തീർച്ചയായും അപ്പം എല്ലാവർക്കും ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടും. എല്ലാവരും വൈക്കോളം ജോബ് എന്നല്ല, നമ്മുടെ സറൗണ്ടിങ്ങിൽ തന്നെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ കഴിയാൻ എല്ലാവർക്കും പറ്റും. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി ഞാനും എൻ്റെ നോട്ട് അവസാനിപ്പിക്കുകയാണ്. വി ആർ മൂവിങ് ടു കേക്ക് കട്ടിംഗ്. ഓർമ്മിക്കുവാനൊരു സ്നേഹമുണ്ടോ, ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ, ഓർമ്മിക്കുവാനുള്ള സ്നേഹമുണ്ടോ, ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ, ഓർമ്മതൻ തണലിൽ ചാരിക്കിടക്കുന്ന ബാല്യത്തിലേക്കൊരു നോട്ടമുണ്ടോ, പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ, പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ, ഓർമ്മിക്കുവാനൊരു സ്നേഹമുണ്ടോ, ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ, ഓർമ്മിക്കുവാനുള്ള സ്നേഹമുണ്ടോ, ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ, ഓർമ്മതൻ തണലിൽ ചാരിക്കിടക്കുന്ന ബാല്യത്തിലേക്കൊരു നോട്ടമുണ്ടോ, പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ, പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ, ഓർമ്മിക്കുവാനൊരു സ്നേഹമുണ്ടോ, ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ, ഓർമ്മിക്കുവാനുള്ള സ്നേഹമുണ്ടോ, ഓർക്കുവാനൊത്തിരി നേരമുണ്ടോ, ഓർമ്മതൻ തണലിൽ ചാരിക്കിടക്കുന്ന ബാല്യത്തിലേക്കൊരു നോട്ടമുണ്ടോ, പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ, പല വഴികൾ താണ്ടി ഇരുളിൽ പരതുന്ന കപടമാം സ്നേഹത്തിനർത്ഥമുണ്ടോ. ഞങ്ങളുടെ ഒത്തുകൂടല്ലേ നിങ്ങളുടെ ഒരിക്കൽ കൂടി സ്നേഹം അനുഭവിക്കാനും ആസ്വദിക്കാനും ഇടയാക്കിയതിൽ അതിയായ സന്തോഷമാണ്. എന്നെപ്പോലെ തന്നെ മറ്റ് അധ്യാപകർ വന്നു ഞാൻ വിചാരിക്കുകയാണ്.
അവരുടെ സ്നേഹ സംഭാവന നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഒരു ഓണം കഴിയുമ്പോൾ ഒരു വയസ്സ് കൂടും. അതുപോലെ നിങ്ങൾക്കും വയസ്സ് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ 72 വയസ്സ് കഴിഞ്ഞു. ഞാൻ 2007 റിട്ടയർ ചെയ്തു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ 2 മക്കളും 5 പേരക്കുട്ടികളുണ്ട്. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ ടീച്ചർ ഇവിടെ ആയിരുന്നു, സുഖമായിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അപ്പൊ നമുക്ക് പഴയ ഒറ്റ കൂട്ടുകാരെയായിട്ടും ഞാൻ കണ്ടിരുന്നില്ല. പിന്നെ ഇവിടെ വരുമ്പോ
കുടുംബത്തിന് മുടങ്ങാതെ കാണാണ് സബിത, ബ്രിജിത, നമ്മുടെ കന്യാങ്ങനെ കുറെ, പിന്നെ പറയാൻ കുറെ പേര് ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ഇനിയുള്ള ഇതുപോലെ റീയൂണിയൻ നടത്തി കുറെ പേരെ ഇനി ഉൾക്കൊള്ളിക്കാനുണ്ട്. നമ്മളൊന്ന് എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചാൽ നടക്കും. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പല മുഖങ്ങളും ഇല്ലാന്ന് മനസ്സിലായത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ, നമ്മുടെ ഒപ്പം ഇരുന്നിരുന്ന പല ആൾക്കാരും ഇതിലില്ലാന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവർ പലരും അറിയാത്തവരും പിന്നെ പല തിരക്കുകൾ കാരണം വരാൻ പറ്റാത്തവരും. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുമ്പോ എന്തായാലും നമുക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ അതിൽ പറ്റാവുന്നവരൊക്കെ മാക്സിമം ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു നമുക്ക് എല്ലാവരും കൂടെ നമുക്കൊരു അറിയാം, ഒരു നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാം അത്യാവശ്യം ഒരു അതിന്റെ പിന്നിൽ ഒരു വർക്ക് ഉണ്ടാവും. അതുപോലെ പുറമെ കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിലും വീട്ടിൽ നമുക്ക് ഉണ്ടാവും എന്നറിയാം. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ പേരുണ്ട്. ഇങ്ങനെ എല്ലാവരെയും ഒത്തുകൂടിക്കാനും ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തരാനും. അപ്പൊ അതിൽ ഞാൻ ആരുടെ പേര് വിട്ട് പറയണില്ല. അവരാണ് ഇതിന് ഏറ്റവും അവരോടുള്ള നന്ദി അറിയിച്ചാൽ തീരില്ല. അത്രയധികം നന്ദിയുണ്ട്. കാരണം അവരതിന് വേണ്ടി കുറെ ദിവസങ്ങളായിട്ട് ആദ്യം തന്നെ നമ്മളെല്ലാവരും ഗ്രൂപ്പായപ്പോ ഒരു അഡ്മിൻ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ ലെഫ്റ്റ് അടിച്ച് പോകുന്നു. അതിന്റെ കാരണം ഞാൻ എല്ലാവരും പറഞ്ഞായിരുന്നു. കാരണം നമുക്ക് അതുകൊണ്ട് കുറച്ച് വേറെ പേഴ്സണൽ കാര്യങ്ങൾ വന്നപ്പോഴാണ് അതിനൊക്കെ ലെഫ്റ്റ് അടിച്ച് പോകുന്നത്. ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ആഡ് ചെയ്തിട്ടോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമുള്ള കാരണം. പക്ഷെ അതിലെനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ വളരെയധികം സന്തോഷം. അതിലൊരു ചെറിയൊരു വിഷമമുണ്ട്. ഇതില് ഈ പറഞ്ഞ പോലെ നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരന്റെ കുറവില് അതെനിക്ക് ഇവിടെ വന്നപ്പോ തൊട്ടേ എന്റെ മനസ്സിലുണ്ട്. അത് പറഞ്ഞാൽ ഓരോരുത്തരുടെ മുഖം കാണുമ്പോഴും അവന്റെ മുഖം മറക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കൂട്ടുകാരൻ എന്നുള്ളതല്ല, കാരണം ഞങ്ങളെ അയൽവാസികൾ കൂടിയിട്ടാ. അപ്പൊ നമ്മള് ജനിച്ചു വന്ന് ഇന്ന് തൊട്ടിട്ടുള്ള കളിക്കൂട്ടുകാരനാണ്. അപ്പൊ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞു. അപ്പൊ അതെനിക്ക് ഓരോ ആൺകുട്ടികളെ കാണുമ്പോഴും അവരെങ്ങനെ മറക്കാൻ പറ്റാത്ത വലിയൊരു വിഷമം മനസ്സിലുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിലായിണ്ടാവും വിചാരിക്കും. പക്ഷെ ആരുടെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളെന്ന് പറഞ്ഞെങ്കിൽ തൊട്ട വീടായിരുന്നു. നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ സംസ്കൃതമായിരുന്നു ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ടും അസുഖം എന്നറിയണ ഒരു ലാസ്റ്റ് വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെനിക്ക് ഭയങ്കര, അത് കഴിഞ്ഞ് അവന്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുള്ള കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ അസുഖം പറഞ്ഞത്. പിന്നെ അവൻ ഫോൺ എടുത്തിരുന്നില്ല വിളിച്ചപ്പോ. അത് വലിയൊരു വിഷമമാണ്. ലാസ്റ്റ് നമ്മള് അവനൊരുവിധം എല്ലാവർക്കും അറിയാം. അവൻ എന്നെ പോലെ തന്നെ അവൻ സംസാരിച്ചു തുടങ്ങി അവൻ നിർത്തില്ല. അവൻ ഗൾഫിന്ന് വിളിക്കുമ്പോ അവൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സംസാരിക്കും. അപ്പൊ അന്ന് എനിക്കെന്ന് പറഞ്ഞാൽ അവന്റെ മോളും എന്റെ മോനും ഒരേ പ്രായമാണ്. അപ്പൊ എന്റെ മോൾക്ക് മോനന്ന് 2-3 മാസം പ്രായമുള്ളൂ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കുഞ്ഞി കുട്ടി ഉണ്ടാവുമ്പോ നമുക്ക് ഇത്രയധികം നേരം ഫോണിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം ലാസ്റ്റ് അവൻ വിളിച്ച കോൾ ഞാൻ മനഃപൂർവ്വം എനിക്ക് എടുക്കാൻ പറ്റുന്ന സമയമായിരുന്നു. അവിടെ ഞാനത് എടുത്തില്ല. തിരിച്ചു വിളിക്കാൻ അന്ന് വാട്സാപ്പും ഉണ്ടായിരുന്നു. വീട്ടിൽ റേഞ്ച് ഒക്കെ കുറവായിരുന്നു, വൈഫൈ എന്നൊക്കെ അതുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു വിഷമമായിട്ട് ഇപ്പോൾ മനസ്സിൽ കിടക്കുക. പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല, പിന്നെ ജീവനോടെ കാണാനും പറ്റിയില്ല. അത് വലിയൊരു വിഷമം തന്നെയാണ്. അപ്പൊ ഇവിടെ ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് അവന്റെ മുഖമാണ്. അത് എനിക്ക് അങ്ങനെയാണത്. അപ്പോ എന്തായാലും ഭയങ്കര അധികം സന്തോഷമുണ്ട്. അല്ലെ, എല്ലാം കൊണ്ട് അഭിമാനമുണ്ട് ഇവിടെ നിൽക്കുമ്പോ. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇനി കാണാൻ പറ്റട്ടെ എന്ന് ഒന്നും കൂടി. ഇതുപോലെ കുറെ പേരുകള് ഇപ്പൊ നമുക്ക് തന്നെ സംസ്കൃതം കുറച്ച് പേരുമ്പോ നവനീത് അങ്ങനെ നമ്മൾ കുറെ ഒക്കെ അന്വേഷിച്ച് ഒക്കെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലെ ആൾക്കാരാ. അങ്ങനെ കുറെ വഴി അകലല്ല, അവർക്ക് അടുത്തുള്ള കുറെ ആൾക്കാർ നമുക്ക് മിസ്സിംഗ് അതില്ലേ. അത് അവരറിയാതെ പോയതാണോ അതോ ഇനി അവർക്ക് അവരുടെ തിരക്ക് കാരണം അറിയില്ല. അപ്പൊ ഒന്നും കൂടി അവരെയും കൂടി ഉൾപ്പെടുത്തുക. അറിയാതെ പോയതാവും നമുക്കൊരു വിഷമല്ലേ. അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ നമുക്കുള്ള അത്ര സന്തോഷവും ആഗ്രഹമുള്ളവർ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തണ്ടേ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഇതുപോലെയുള്ള ആൾക്കാരെ ഒന്നും കൂടി ആഡ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഈ ഗൾഫിൽ വന്ന റീമിലും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പോണേങ്ങാട്ടി മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാതെ താല്പര്യമില്ലാതെ അറിയാതെ പോയില്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ പിക്ചർ ഓരോ കൂടി ചേർത്തിട്ട് ഈ ചുറ്റുപാടുള്ള കുറെ പേരുണ്ട്. നമ്മളിപ്പോ ഗ്രൂപ്പ് ഫോട്ടോ സമയത്ത് ഒരു ഫോട്ടോ കാണിച്ചു, അതിനെ കുറെ ആൾക്കാർ ഇതിലില്ലാത്തവരുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. താല്പര്യമില്ലെങ്കിൽ അവർ പോയിക്കോട്ടെ. പക്ഷെ നമ്മളെ കൂടെ അവർക്ക് കൂടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ അവർ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എന്താ പറയാ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ടീച്ചറായിട്ട് വരണം. അതുപോലെ ടീച്ചറായി തിരിച്ചു വന്നതിന്റെ ഒരു ഭയങ്കര ഒരു അഭിമാനം കൂടി ഉണ്ട്.
ഞാൻ ഇവിടെ വന്ന ദിവസം ചോദിച്ചായിരുന്നു, നമ്മുടെ മേരിക ടീച്ചറിന്റെ ഭർത്താവ് ഒരു ജോർജ് മാഷിനായിരുന്നു. അതുപോലെ പോലെ ജോബുട്ടി മാഷ്, ഇവരുടെയൊക്കെ ബയോളജി ക്ലാസ് എടുക്കുകയാണെങ്കിൽ ബയോളജി ടീച്ചർ അത്രയും ശാന്തമായി ക്ലാസ് എടുക്കുന്ന 2 മാഷുമാരായിരുന്നു അവര്. അങ്ങനെയാണ് എനിക്ക് ആ ബയോളജി എന്ന സബ്ജക്റ്റിനോട് ഭയങ്കര അധികം ഇഷ്ടമായിരുന്നു. അന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ലാസ്റ്റ് വന്നത് നമ്മുടെ ഇപ്പൊ ഉണ്ടോന്നറിയില്ല, അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും വാങ്ങിപ്പോയ കുട്ടികൾക്ക് ഒരു ആനുവൽ ഡേക്ക് ഒരു പ്രൈസ് കൊടുക്കലുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ സ്കൂളിൽ ലാസ്റ്റ് വന്നത്. അതായത് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയപ്പോൾ ആ പ്രൈസ് വാങ്ങാൻ വേണ്ടി വന്നതാ. പിന്നെ ഈ സ്കൂളിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ ടീച്ചറായിട്ട്, ഒരു ബയോളജി ടീച്ചറായിട്ട് കയറി വരണമെന്ന്. അത് സാധിച്ചു തന്നു ദൈവം. അവിടെ ഭയങ്കര അധികം സന്തോഷമുണ്ട്. ദൈവത്തിനോട് നന്ദി പറയുന്നു, ഗുരുക്കന്മാരോട് രക്ഷിതാക്കളോടൊക്കെ നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അപ്പൊ ഞാനിത് ഈ പറഞ്ഞ പോലെ 6 മാസം കൂടി LIC അടയ്ക്കുമ്പോഴേക്ക് ഇവന്റെ കടയിൽ നോക്കും, ഇവനോട് ചിരിക്കും. ഇവൻ ഏത് അപ്പൊ അവനത് ശീലാവും. അവന്റെ ഗ്ലാമർ കണ്ടതിന്റെ കൂടെ ആൾക്കാരൊക്കെ നോക്കാറുണ്ടാവും. എല്ലാ പെൺകുട്ടികളും അവനോട് ചിരിക്കുന്ന പോലെ അവൻ എന്തിനാണ് ഇതുവരെ അവൻ എപ്പോഴും അവനെ ഇരുന്നോടൊന്നും എണിച്ചു പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് തന്നെ സംശയം തുടങ്ങി, ഇത് ഇവൻ തന്നെയല്ലേ? കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും പറഞ്ഞ എനിക്ക് വലിയ മാറ്റമൊന്നും ഇല്ലാന്ന്. പക്ഷെ എന്ത് ഇവന് മാത്രം എന്നെ മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലായില്ല. സംഘടിപ്പിച്ചതിന് അതിന്റെ പിന്നിലുള്ള എഫേർട്ട് ചില്ലറയില്ലാന്ന് അറിയാം. ഞാൻ പലപ്പോഴും ഗ്രൂപ്പിൽ കയറാറില്ല. അത് കുറച്ച് തിരക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ കൂടെ ഞാൻ എന്റെ തിരക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടല്ല കയറാത്തത്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാലും ഇതിനുള്ളിൽ കുറേ പേര് ആത്മാർത്ഥമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ച് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയാം. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇതേപോലെ എല്ലാവരും കാണാൻ അവസരം ഒരുക്കിയതിനുള്ള നന്ദി, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ. എല്ലാവരും ജീവിതത്തിൻ്റെ തിരക്കിൽ പല തുറകളിലെത്തി നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാൽ കൂടെ എല്ലാവർക്കും ജീവിതം നല്ല രീതിയിൽ പോകാനും സന്തോഷത്തോടെ ഇരിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇതുപോലെ ഇനിയും കാണാം. കാരണം ആ ചുണ്ടെന്നുള്ള ശബ്ദം നമ്മൾ പുറത്തെവിടെയും അറിയാറില്ല. ഇപ്പൊ വളരെ വ്യക്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റേഡിയോ കേൾക്കാൻ ഇതുപോലെ കേൾക്കാൻ സന്തോഷം എന്തായാലും വന്നതിൽ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ